ഹായ് ഫ്രണ്ട്സ്, ഷാസുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പോകുന്നത് ബിഗോണിയുടെ കുറച്ച് റെയർ വെറൈറ്റീസ് നമുക്കിപ്പോൾ സെയിലിന് അവൈലബിൾ ആയിട്ടുണ്ട്. നമ്മൾ ഇതുവരെ കാണിക്കാത്ത റെയർ വെറൈറ്റി തന്നെയാണ് കേട്ടോ. അപ്പോൾ അതും ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഞാൻ ഇവിടുന്ന് പ്ലാന്റുകൾ നിങ്ങൾക്ക് അയച്ചു തരുമ്പോൾ എങ്ങനെയാണ് പോട്ട് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞു തരാറുണ്ട്. പക്ഷേ അധികം ആളുകളും അത് തെറ്റായിട്ടാണ് ചെയ്യാറുള്ളത്. അപ്പോൾ റീപോട്ടിങ് പ്ലാന്റ് നിങ്ങളുടെ കൈ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ പോട്ട് ചെയ്യണം എന്നുള്ളതും, അതുപോലെ തന്നെ ലീഫ് പ്രൊപ്പഗേഷൻ, ലീഫ് പൊട്ടിയ ഒരു ലീഫൊക്കെ കിട്ടുകയാണെങ്കിൽ അതെങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്ത് ഉണ്ടാക്കുക എന്നുള്ളതും, പിന്നെ എങ്ങനെയാണ് അതിന് വാട്ടറിങ് ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യം കൂടെയാണ്. അധികം ആളുകളും ചെയ്യുന്ന ഒരു പ്രശ്നം, അതിന് വെള്ളം കൊടുക്കാറില്ല. അപ്പോൾ എങ്ങനെയാണ് വെള്ളം കൊടുക്കേണ്ടത് എന്നുള്ളത് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അതേപോലെ തന്നെ ബിഗോണിയ പ്ലാന്റിന് വരുന്ന ഒരു അസുഖമാണുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു പരിഹാര മാർഗ്ഗം ഒക്കെ കൂടെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ കോസ്റ്റ്ലി പ്ലാന്റുകൾ മാത്രമാണ് കേട്ടോ സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളത്. അതായത് റെയർ വെറൈറ്റിയാണ്. പിന്നെ ലോ റേറ്റ് പ്ലാന്റുകൾ വേണം ആഗ്രഹിക്കുന്നവർ ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നോർമൽ എന്നാലും കുറച്ച് നല്ല പുതിയ വെറൈറ്റിയൊക്കെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ പുതിയ കോസ്റ്റ്ലി പ്ലാന്റുകൾ മാത്രമാണ് കേട്ടോ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക കേട്ടോ. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഈ പ്ലാന്റിനെയാണ് കേട്ടോ റീപോർട്ട് ചെയ്യാൻ പോകുന്നത്. നല്ല അടിപൊളി വെറൈറ്റിയാണ്, 2 ബാങ്കുകളായിട്ടുള്ള പ്ലാന്റാണ്. അപ്പോൾ നിങ്ങളൊരു കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്നറിയോ? ചെറിയ പ്ലാന്റ് നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ചെറിയ പോട്ടിൽ തന്നെ പോട്ട് ചെയ്യാൻ നോക്കണം. അതായത് ഇത്രയും വലിപ്പമുള്ള ചെറിയ പോട്ടിൽ തന്നെ ചെറിയ പ്ലാന്റുകൾ പോട്ട് ചെയ്യാൻ നോക്കണം. അപ്പോൾ ഇതൊരു ചെറിയ പ്ലാന്റ് ആയിരുന്നു. ഞാൻ ഈ പോട്ടിൽ വെച്ച് ശേഷം ഈ പ്ലാന്റ് വലിയതായി. അപ്പോൾ വലുതായതുകൊണ്ട് തന്നെ ഇതിനെ ഞാനെടുത്ത് വലിയ പോട്ടിലേക്കാണ് വെക്കാൻ പോകുന്നത്. അപ്പോൾ ചെറിയ പ്ലാന്റ് വാങ്ങുമ്പോൾ ചെറിയ പോട്ടിൽ തന്നെ വെക്കാനും, വലിയ പ്ലാന്റ് വാങ്ങുമ്പോൾ വലിയ പോട്ടിൽ തന്നെ വെക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് മദർ പ്ലാന്റൊക്കെ ഞാൻ അയച്ചു തരാറുണ്ടല്ലോ. അപ്പോൾ മദർ പ്ലാന്റൊക്കെ 8 ഇഞ്ച് വലിപ്പമുള്ള വലിയ പോട്ടിൽ തന്നെ നമ്മൾ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഈ പ്ലാന്റിനെ നമ്മൾ ഈ പോട്ടിൽ നിന്ന് റിമൂവ് ചെയ്യാണ്. അപ്പോൾ റൂട്ടിനൊന്നും ഒരു ഡാമേജും ആവാതെ പതുക്കെ സ്ലോ ആയിട്ടാട്ടോ നമ്മൾ ഈ പോട്ടിൽ നിന്നും പ്ലാന്റിനെ എടുക്കുന്നത്. കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത്. എടുത്തിട്ട് ഇതിൻ്റെ അടിവശത്തെ കുറച്ച് മണ്ണുകൾ കളയും കേട്ടോ. നമ്മൾ മണ്ണുകൾ കളഞ്ഞിട്ട് ഉണ്ടോ, ഇത്രയും വലിപ്പമല്ലേ പ്ലാന്റിന്, ഇങ്ങനെയാണ് നമ്മൾ അയച്ചു തരാം. ഇതിൻ്റെ അടിയിൽ കുറച്ച് കൊക്കോപ്പീറ്റൊക്കെ കൊടുത്ത് തണുപ്പൊക്കെ ആയിട്ട് ഒരു റാപ്പിംഗ് കവറിൽ പൊതിഞ്ഞിട്ടാണ് നമ്മൾ അയച്ചത്. ഇത്രയും മണ്ണോടുകൂടി അതിൻ്റെ അടിയിൽ കുറച്ച് കൊക്കോപ്പീറ്റും കൊടുത്ത് നല്ല ഒരു റാപ്പിംഗ് കവറിൽ ജസ്റ്റ് ഒന്ന് റാപ്പ് ചെയ്യും. അത് മാത്രമേ നമ്മൾ ചെയ്യത്തുള്ളൂ. പിന്നെ വേറെ ബോക്സിലൊക്കെ ആയിരിക്കും കേട്ടോ റോളൊക്കെ ചെയ്തിട്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഈ അവസ്ഥയിലായിരിക്കും നിങ്ങളുടെ കൈ കിട്ടുക. അപ്പോൾ ഇതിൻ്റെ മേലെ ഒരു റാപ്പിംഗ് കവർ ഉണ്ടാവും. ജസ്റ്റ് ആ റാപ്പിംഗ് കവർ മാത്രം നിങ്ങൾ അയക്കുക. എന്നിട്ട് ഇതിലത്തെ മണ്ണൊന്നും നിങ്ങൾ കളയാൻ നിൽക്കരുത്. ചില ആളുകളൊക്കെ മണ്ണൊക്കെ കളഞ്ഞ് വെള്ളത്തിൽ ഇറക്കി വെക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ നല്ല മണ്ണൊക്കെ പോയിട്ട് കംപ്ലൈൻ്റ് ആവാൻ സാധ്യത. അപ്പോൾ ഈ മണ്ണുകളൊന്നും കളയണ്ട. അപ്പോൾ ഇങ്ങനെയായിരിക്കും നിങ്ങളുടെ കൈ കിട്ടുക. അതിനുശേഷം പോട്ട് മിക്സ് ഞാൻ കാണിക്കുക, അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കൂ. ഇതിലേക്ക് വേണ്ട പോട്ട് മിക്സ് നമ്മൾ ആദ്യം തന്നെ അധികം ആളുകളും കുറേ വളങ്ങളൊക്കെ ആഡ് ചെയ്യാറുണ്ട്. പെട്ടെന്ന് ഫാസ്റ്റായിട്ട് പ്ലാന്റ് വളരട്ടെ എന്നിട്ട് ഒരു വളങ്ങളും നമ്മൾ ഈ പ്ലാന്റിലേക്ക് ആഡ് ചെയ്യാൻ പാടില്ല. അപ്പോഴാണ് ചീഞ്ഞ് കംപ്ലൈൻ്റ് ആയി പോവുക കേട്ടോ. ഒരു വളം വേണ്ട. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് ബിഗോണിയക്ക് വെള്ളം വെളിച്ചം മാത്രം മതി എന്ന് പറയാറുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് എടുത്തിട്ടുള്ളത് മണ്ണാണ് കേട്ടോ. ഈ കരിയിലൊക്കെ ഇതിനകത്ത് മിക്സ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അടിച്ച് വാരി വെക്കുന്ന കരിയില മാത്രം ഇതിനകത്ത് മിക്സ് ചെയ്തിട്ടുണ്ട്. വേറെ ഒന്നും ചെയ്തിട്ടില്ല, വെറും മണ്ണാണ്. അപ്പോൾ മണ്ണും മണൽ എന്ന് പറയുമ്പോൾ പുഴ മണൽ, ഈ ആറ്റിൽ നിന്നൊക്കെ കിട്ടുമല്ലോ, അങ്ങനത്തെ മണലുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പോട്ട് മിക്സിൽ ഉൾപ്പെടുത്തുക. അല്ലെങ്കിൽ മണൽ ഉൾപ്പെടുത്തണ്ട കേട്ടോ. അപ്പോൾ മണലില്ലാത്തവർ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം? ഈ മുട്ടയുടെ തോടുണ്ടല്ലോ, അത് നമ്മളിങ്ങനെ ശേഖരിച്ച് വെക്കുക. അപ്പോൾ മുട്ടയുടെ തൊണ്ടെടുക്കുക, എന്നിട്ട് അതിനിങ്ങനെ ക്രഷ് ചെയ്യുക. ഓക്കെ, മണലുള്ളവർ മണൽ എടുത്തോളൂ. മണലില്ലാത്തവർ മുട്ടത്തൊണ്ടും മണ്ണും മാത്രം പോട്ട് മിക്സ് ഉൾപ്പെടുത്തുക. ഓക്കെ, മുട്ടത്തൊണ്ടും മണ്ണും മാത്രമാണ് ഞാനിതിലേക്ക് ഇട്ടിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? കൊക്കോപ്പീറ്റാണ് കേട്ടോ. കൊക്കോപ്പീറ്റ് എന്തായാലും അത്യാവശ്യം നിങ്ങളിടണം. ബിഗോണിയ പ്ലാന്റിന് ഈർപ്പം നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്ന പ്ലാന്റാണ്. അപ്പോൾ കൊക്കോപ്പീറ്റ് കൂടുതലായിട്ട് പോട്ട് മിക്സിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ ഞാനതിൽ വെറും മണ്ണും പിന്നെ മുട്ടത്തൊണ്ടും കൊക്കോപ്പീറ്റും മാത്രമാണ് കേട്ടോ പോട്ട് മിക്സിൽ ഉൾപ്പെടുത്തുന്നത്. എന്താ ഇങ്ങനെ ഒരു 1/4 ഭാഗം കൊക്കോപ്പീറ്റ് ഞാനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. അപ്പോൾ എന്താ അറിയോ, വെള്ളം നല്ല രീതിയിൽ വാർന്ന് പോവുകയും ചെയ്യും. മണ്ണൊരിക്കലും ടൈറ്റ് ആവില്ല, നല്ല ഫാസ്റ്റായിട്ട് വളരും ചെയ്യും.
പിന്നെ ലീവ്സിനൊക്കെ നല്ല കളറും ഉണ്ടാവാറുണ്ട്. എപ്പോഴും എന്നോട് എല്ലാവരും ചോദിക്കാറുണ്ട് നിങ്ങളുടെ പ്ലാന്റിൻ്റെ ലീവ്സിനൊക്കെ എന്താ ഇത്രയും കളറെന്ന്. അപ്പോൾ നമ്മൾ നല്ലൊരു പോട്ടി മിക്സ് കൊടുക്കുക, അതിന് വേണ്ട വെള്ളം കൂടെ കൊടുക്കുക. അപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവില്ല, നല്ല രീതിയിൽ വളരും. അപ്പോൾ ഇത്ര മാത്രം മതി കേട്ടോ നമുക്ക് പോട്ടി മിക്സ്. അപ്പോൾ ഇതിനെ ഞാൻ പോട്ടിലേക്ക് ഇടാൻ പോവുകയാണ്. നല്ല ഹോൾസൊക്കെ നല്ല രീതിയിൽ വലുതാക്കി കൊടുക്കണം. ഞാനിതിലേക്ക് ഒരു 3/4 ഭാഗം ഞാൻ പോട്ടി മിക്സ് ഇതിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ. ഓക്കെ, എന്നിട്ട് ഈ പ്ലാന്റിനെ കണ്ടോ, റൂട്ടോട് കൂടിയുള്ള പ്ലാന്റല്ലേ നമ്മൾ അയച്ചത്. അപ്പോൾ ഈ പ്ലാന്റിനെ ജസ്റ്റ് ഇതിൻ്റെ മേലേക്ക് ഇങ്ങനെ വെക്കുക. ഇപ്പോൾ വലിയ പോട്ടിൽ ഇതിലേക്ക് ഇങ്ങനെ വെക്കുക. എന്നിട്ട് ഇതിൻ്റെ ചുറ്റും നമ്മൾ പോട്ടി മിക്സ് ഇട്ട് കൊടുക്കുക കേട്ടോ. പോട്ടി മിക്സ് ഇട്ട് കൊടുക്കുക എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഈ തണ്ടുണ്ടല്ലോ, ഈ തണ്ട് വരയ്ക്കും നമ്മൾ ഈ പോട്ടി മിക്സ് ഇട്ട് കൊടുക്കണം. ഇവിടെ കണ്ടോ, ഇതുവരയ്ക്കും ഫുള്ളായിട്ട് നമ്മൾ പോട്ടി മിക്സ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ പ്ലാന്റിനെ നമ്മൾ പോട്ട് ചെയ്ത് കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇവിടെ കുറച്ച് ക്ലൈമറ്റ് കുറച്ച് ചൂടായിട്ടുണ്ട്, കുറച്ച് നല്ല രീതിയിൽ ചൂട് വരുന്നുണ്ട്. അപ്പോൾ മഴയൊക്കെ പോയിട്ടുണ്ട്, തണുപ്പൊക്കെ മാറി. അപ്പോൾ നമ്മളിതിന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ, ഈ പ്ലാന്റുകളുടെ ഒക്കെ അടിവശത്ത് അല്ലെങ്കിൽ വല്ല മരങ്ങളുടെ ഒക്കെ താഴെ നല്ല തണുപ്പ് കിട്ടുന്ന ഒരു ഏരിയ. ഇപ്പോൾ എനിക്ക് ഈ സ്റ്റാൻഡിൻ്റെ താഴെ ഭാഗത്ത് നല്ല തണുപ്പാണ് കേട്ടോ. ഇപ്പോൾ നല്ല ഷെയ്ഡായിട്ടുള്ള തണുപ്പായിട്ടുള്ള ഒരു ഏരിയയാണ്. അപ്പോൾ ഈ മറ്റുള്ള പ്ലാന്റുകളുടെ ഇടയിലാണ് ഞാൻ ഈ പ്ലാന്റിനെ വെക്കാൻ പോകുന്നത് കേട്ടോ. കണ്ടോ, അപ്പോൾ ഇവിടെ മറ്റുള്ള പ്ലാന്റിൻ്റെ ഒരു മറവുണ്ട്, അതിൻ്റെ താഴെയാണ്. അപ്പോൾ ഇതിനൊരു ഷെയ്ഡ് കിട്ടിയിട്ടുണ്ട്. ഏത് ചൂടത്തും നമുക്ക് ബിഗോണിയ പ്ലാന്റ് നല്ല രീതിയിൽ വളർത്താൻ പറ്റുമെന്ന് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചിരുന്നത്. ഇനി നമുക്ക് ചൂട് കൂടി വരില്ലേ, അതിനാണ് നമ്മൾ കൂടുതലും കൊക്കോപീറ്റ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ തണുപ്പായി, മറ്റുള്ളതിൻ്റെ ഒക്കെ വെയിൽ തട്ടാത്തൊരു ഷെയ്ഡായില്ലേ. ഇനി എങ്ങനെയാണ് വെള്ളം കൊടുക്കേണ്ടതെന്നും കൂടെ കാണിക്കാം കേട്ടോ. ഇങ്ങനെയാണ് വെള്ളം കൊടുക്കുക കേട്ടോ. എല്ലാ ബിഗോണിയ പ്ലാന്റിനും മഴ ഇല്ലാത്ത സമയങ്ങളിൽ ഇങ്ങനെയാണ് വെള്ളം കൊടുക്കുക. നല്ല രീതിയിൽ തന്നെ ഓസ് ഫുള്ളായിട്ട് തുറന്നിട്ടുണ്ട്. ഇതിൻ്റെ അറ്റഭാഗം, വിരലിൻ്റെ അറ്റഭാഗം ഞാനിവിടെ അമർത്തിയിട്ടുണ്ട്. അപ്പോൾ സ്പ്രേ പോലെയാണ് വെള്ളം വരിക. ഇപ്പോൾ കണ്ടോ, ഈ പ്ലാന്റിനൊക്കെ കണ്ടോ കുറേ നേരം, ചിലവരൊക്കെ ഞാൻ ബിഗോണിയക്ക് വെള്ളം ഒഴിക്കണമെന്ന് പറയുമ്പോൾ ഞാൻ വെള്ളം തെളിച്ച് കൊടുത്തു എന്നൊക്കെ പറയാറുണ്ട്. വെള്ളം തെളിച്ച് കൊടുത്താൽ പോരാ, ഇങ്ങനെ ഓസ് വെച്ചിട്ട് കുറേ നേരം നമ്മളതിന് വെള്ളം കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അതായത് ഈ പ്ലാന്റ് ഡീഹൈഡ്രേഷൻ ആയിട്ടുണ്ടാവും, 2 ദിവസം ട്രാവൽ ചെയ്ത് വരുന്നല്ലേ, വെള്ളമൊക്കെ വാർന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിങ്ങനെ ഓസ് വെച്ചിട്ട് കുറേ നേരം ഇങ്ങനെയാണ് വെള്ളം കൊടുക്കേണ്ടത്. എല്ലാ ബിഗോണിയ പ്ലാന്റിനും വെയിലുള്ള സമയത്ത് നമ്മളിങ്ങനെയാണ് കേട്ടോ വെള്ളം കൊടുക്കേണ്ടത്. അപ്പോഴാണ് ഇത് കണ്ടോ ഈ കളറൊക്കെ, ഈ ഡാർക്ക് കളർ കയറി വരുന്നത്, അതാണ് ലീഫിൻ്റെ മുകളിലൂടെ വെള്ളം കൊടുക്കുന്നതുകൊണ്ട്, അല്ലാതെ ഡയറക്റ്റായിട്ട് പോട്ടിലേക്കല്ല വെള്ളം കൊടുക്കേണ്ടത്. അപ്പം ഇങ്ങനെയാണ് ബിഗോണിയക്ക് നമ്മളെപ്പോഴും വെള്ളം കൊടുക്കേണ്ടത് കേട്ടോ. പ്ലാന്റുകൾ എങ്ങനെയാണ് റീപോർട്ട് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ മനസ്സിലായല്ലോ. എങ്ങനെ അതിന് ശേഷം വെള്ളം കൊടുക്കണം എന്നുള്ളത് മനസ്സിലായി. തണുപ്പ് ചൂട് ക്ലൈമറ്റിൽ എങ്ങനെയാണ് ബിഗോണിയ വളർത്തേണ്ടത് എന്നുള്ളത് മനസ്സിലായില്ലേ. ഇനിയിപ്പോൾ നമുക്ക് സെയിലിന് റെയർ പ്ലാന്റുകൾ എന്ന് പറഞ്ഞത് ഏതൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ലോ റേറ്റ്, അതായത് റേറ്റ് കുറഞ്ഞ പ്ലാന്റുകൾ വേണമെങ്കിൽ ഇതിൻ്റെ മുന്നത്തെ വീഡിയോ ഉണ്ട്, അത് നോക്കിയിട്ട് എനിക്ക് സ്ക്രീൻഷോട്ട് ഇട്ട് തന്നാലും മതി കേട്ടോ. അപ്പോൾ ആദ്യത്തെ പ്ലാന്റ് ഇതാണ് കേട്ടോ. നല്ല അടിപൊളി വെറൈറ്റിയാണ്, ഭയങ്കര കളർഫുള്ളായിട്ടുള്ളതാണ്, ഭയങ്കര ബിഗ് ലീഫാവും കേട്ടോ. ചൈനാക്കേളാണിത്. അപ്പോൾ ഇതിൻ്റെ അറ്റഭാഗത്ത് കളർ കയറി വരുന്നതിൻ്റെ കാരണം ഞാൻ പറഞ്ഞില്ലേ, ലീഫിൻ്റെ മുകളിൽ കൂടെ വെള്ളം കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അടിയിൽ ഞാൻ പ്രൊപ്പഗേഷൻ വെച്ചിട്ടുണ്ട്, അതും ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇതിൻ്റെ ഈ പ്ലാന്റിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയുമോ, എത്ര ലീഫ് വെച്ചാലും ആ ലീഫ് മുഴുവനും ഫാസ്റ്റായിട്ട് ഉണ്ടാവുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് കുറേ തൈകൾ നമുക്കിതിൻ്റെ ഉണ്ടാക്കാൻ പറ്റുന്ന അങ്ങനത്തെ ടൈപ്പാണ് ഫസ്റ്റത്തെ വെറൈറ്റി. പിന്നെ അടുത്ത വെറൈറ്റി ഇതാണ് കേട്ടോ. ഭയങ്കര ഭംഗിയുള്ള ഒരു പ്ലാന്റാണ് കേട്ടോ. ലീഫിനൊക്കെ നല്ല വലുപ്പം വരും, ഒരു പ്രത്യേക ഷേപ്പാണ് കേട്ടോ. ഒക്കെ ഡാർക്ക് കളേഴ്സുള്ള പ്ലാന്റുകളാണ്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ പ്ലാന്റ്. ഇത് ഏകദേശം വലിയ പ്ലാന്റ് തന്നെയാണ്, മദർ പ്ലാന്റ് പോലെ വലിപ്പം വന്നിട്ടുള്ള പ്ലാന്റ് കേട്ടോ. അടുത്ത പ്ലാന്റ് ഇതാണ് കേട്ടോ. നല്ല ഡാർക്ക് ഗ്രീനാണ്, ഗ്രീനിൽ വൈറ്റ് ഡോട്ടൊക്കെ വന്നിട്ടുള്ള നല്ല അടിപൊളി കേളി വെറൈറ്റി ആണ്. ഇപ്രാവശ്യം നമ്മുടെ കയ്യിൽ കുറേ കേളി വെറൈറ്റീസ് ഉണ്ട് കേട്ടോ, റെയർ പ്ലാന്റിൽ തന്നെ. ഇതൊക്കെ നല്ല ബിഗ് ലീഫ് ആകുന്ന പ്ലാന്റ് തന്നെയാണ് കേട്ടോ. ഇതും പ്ലാന്റ് ഇതാണ് കേട്ടോ, ഒരു മീഡിയം സൈസ് പ്ലാന്റ് ആണ്, ഭയങ്കര ഭംഗിയുള്ള പ്ലാന്റ് ആണ് കേട്ടോ. നല്ലൊരു ഡാർക്ക് മജന്തയാണ് ഇതിൻ്റെ കളറ്. ഇളം സൺലൈറ്റ് കിട്ടും തോറും ഇതിലേക്ക് കളർ കയറി വരും കേട്ടോ. ഞാൻ ഫസ്റ്റ് കാണിച്ച പ്ലാന്റ് തന്നെയാണ് കേട്ടോ. കണ്ടോ, ഇതൊക്കെ വലിയ ബിഗ് ലീഫാണ്. ശരിക്കും അത് ചെറിയൊരു തൈയായിരുന്നു, എന്നാലും ലീഫ് നല്ലോണം വലുപ്പം വെക്കുന്ന, പെട്ടെന്ന് ഫാസ്റ്റായിട്ടുണ്ടാകുന്ന നല്ലൊരു കേളി വെറൈറ്റി തന്നെയാണ് കേട്ടോ ഇത്. അടുത്ത പ്ലാന്റ് ഇതാണ് കേട്ടോ. ഭയങ്കര ഭംഗിയായിട്ടുള്ള കളർഫുള്ളായിട്ടുള്ള ഒരു പ്ലാന്റ് തന്നെയാണ്.
നല്ല റെഡ് കേളിയാണ് കേട്ടോ, ഭയങ്കര ഡാർക്ക് റെഡ് കളറാവും ഇത്. പിന്നീട് ഈ ലീഫ് മെച്ചേർഡായി കഴിയുമ്പോൾ ഓറഞ്ചും ബ്ലാക്കും കളർ കോമ്പിനേഷൻ വരും കേട്ടോ. ഭയങ്കര ഭംഗിയുള്ള പ്ലാന്റ് തന്നെയാണ്. ഇതിൻ്റെയൊക്കെ ഓരോ പ്ലാന്റുകൾ മാത്രമാണ് കേട്ടോ ഉള്ളൂ. പെട്ടെന്ന് ഓർഡർ ചെയ്യുന്നവർക്കായിരിക്കും നമ്മൾ അയച്ചു തരിക. അടുത്ത പ്ലാന്റ് ഇതാണ് കേട്ടോ, ഭയങ്കര ഭംഗിയുള്ള പ്ലാന്റാണ്, ഭയങ്കര റെഡ് കളറാണ് കേട്ടോ. ഇതിലൊരു മജന്ത പോലെ തോന്നുമെങ്കിലും റെഡ് കളർ കയറി വരുന്ന ഒരു പ്ലാന്റാണ്. ജുറാസിക് എന്നാണ് കേട്ടോ ഇതിൻ്റെ പേര്. ഭയങ്കര സൂപ്പർ റയർ വെറൈറ്റി തന്നെയാണത്. അടുത്ത പ്ലാന്റ് ഇതാണ് കേട്ടോ, നല്ല ഭംഗിയുള്ള ഒരു റയർ വെറൈറ്റി തന്നെയാണത്. ഇതും അതുപോലെ തന്നെ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് ലീഫുകൾ പ്രൊപ്പഗേറ്റ് ആയി കിട്ടുന്ന ഒരു പ്ലാന്റാണ് കേട്ടോ. ഇളം പച്ചയും ബ്ലാക്കും കളർ കോമ്പിനേഷൻ വരുന്ന ഒരു പ്ലാന്റാണ് കേട്ടോ ഇതിൻ്റെ പേര് റെക്സ് ജൈവ എന്നാണ്. പ്ലാന്റ് നല്ല ബ്ലാക്കും പർപ്പിളും കളർ കോമ്പിനേഷൻ വരുന്ന പ്ലാന്റാണ് കേട്ടോ. ബ്ലാക്ക് കളറാണ് ഇതിൻ്റെ സെൻറ്ററിൽ, അതിൻ്റെ അറ്റഭാഗത്ത് പർപ്പിൾ കളർ കയറി വരും. ഭയങ്കര ഭംഗിയുള്ള ഒരു പ്ലാന്റ് തന്നെയാണത്. അതിൻ്റെ ബ്ലാക്കും ബ്രൗണും കളർ കോമ്പിനേഷൻ വരുന്ന പ്ലാന്റാണ് കേട്ടോ. ഈ പ്ലാന്റ് ഇതേപോലെ പോട്ടിലേക്ക് ബുഷായി വരും കേട്ടോ. നല്ലൊരു റയർ വെറൈറ്റി തന്നെയാണത്. അടുത്ത പ്ലാന്റ് ഇതാണ് കേട്ടോ, ഡാർക്ക് ഗ്രീനാണ്, 2 ഭാഗം കേളിയായിട്ട് വരും. ഇതിൻ്റെ സ്റ്റെമ്പിന് ഒരു വൈറ്റ് കളറായിരിക്കും കേട്ടോ. അങ്ങനെ ഒരു പ്രത്യേകതയുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇതും. അടുത്ത പ്ലാന്റ് ഇതാണ് കേട്ടോ, നല്ലൊരു ഗ്രീനാണ്. ഗ്രീനിൽ ഒരു സിൽവർ കളർ പേള് വെതറിയ പോലെയാണ് കേട്ടോ ഇത് ലീവ്സ് കാണാൻ. ഇതൊക്കെ ഇങ്ങനെ വള്ളി പോലെ കുറച്ചിങ്ങനെ ഹൈറ്റ് വെക്കും, അങ്ങനത്തെ ഒരു പ്ലാന്റാണ് കേട്ടോ. പക്ഷേ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് ഇതിൻ്റെ സ്റ്റെം കട്ടിങ്ങിലൂടെ നമുക്ക് ഫാസ്റ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പ്ലാന്റ് തന്നെയാണത്. അടുത്ത പ്ലാന്റ് ഇതാണ് കേട്ടോ, നല്ലൊരു കേളി വെറൈറ്റിയാണ്. ഇത് കുറച്ച് മദർ പ്ലാന്റ് ആണ് കേട്ടോ, ബുഷിയായ വലിയ ചെടിയാണ്, നിറയെ ലീവ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളോട് ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ മറന്നു കേട്ടോ. നമ്മൾ അയച്ചിരുന്ന സമയത്ത് മദർ പ്ലാന്റിൻ്റെ അടിവശത്തൊക്കെ കുറേ ലീഫുകൾ ഉണ്ടാവും. അപ്പോൾ ആ ലീഫൊക്കെ ചിലത് ഓരോ ലീഫൊക്കെ ഇങ്ങനെ പൊട്ടിയിട്ടൊക്കെ കിട്ടാൻ സാധ്യത ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ലീഫ് ഇങ്ങനെ അടിവശത്തെ ലീഫുകളൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നിങ്ങൾ പ്രൊപ്പഗേഷന് വെച്ചോളൂ കേട്ടോ. ജസ്റ്റ് ഞാൻ അതും കൂടെ ഒന്ന് കാണിക്കാം. അടുത്ത പ്ലാന്റ് ഇതാണ് കേട്ടോ, നല്ലൊരു സ്റ്റാർ ഷേപ്പാണ്, വലിയ ബിഗ് ലീഫ് ആവുന്ന ഒരു പ്ലാന്റാണിത്. അടുത്ത പ്ലാന്റ് ഇതാണ്, നല്ലൊരു മജന്തിയും സിൽവറും കളർ കോമ്പിനേഷൻ വരുന്ന പ്ലാന്റ്, ഒരു പ്രത്യേക ഷേപ്പാട്ടോ ഇതിന്. അടുത്ത പ്ലാന്റ് ഇതാണ് കേട്ടോ, ഇത് റെക്സ് ജൈവിൻ്റെ വലിയൊരു ബുഷായ പ്ലാന്റാണ്, പക്ഷെ ഭയങ്കര ഭംഗിയുള്ള പ്ലാന്റാണ് കേട്ടോ അത്. അടുത്തത് ഇതാണ്, നേരത്തെ കാണിച്ചതിൻ്റെ വലിയ പ്ലാന്റ് കേട്ടോ, ഗ്രീനും വൈറ്റും കളർ കോമ്പിനേഷൻ വരുന്നത്. അടുത്ത പ്ലാന്റ് ഇതാണ് കേട്ടോ, ഫയർ വർക്കിൻ്റെ വേറൊരു വെറൈറ്റിയാണ്. ഭയങ്കര ഒരു പ്രത്യേകതയാണ് കേട്ടോ അതിൻ്റെ കളർ ഷേപ്പ്. ഇതിൻ്റെ ലീഫിന് കുറച്ചിങ്ങനെ റഫ് ആയിരിക്കും കേട്ടോ, അങ്ങനെ ഒരെള്ള പോലെയാണ്, നല്ലൊരു ഡോട്ടൊക്കെ വന്നിട്ടുള്ള. ഇത് കുറച്ച് മദർ പ്ലാന്റ് ആണ്, വലിയ പ്ലാന്റ് ആണ് കേട്ടോ, ഭയങ്കര ഭംഗിയുള്ളൊരു കളറാണിത്. പ്ലാന്റ് ഇതാണ് കേട്ടോ, ഫയർ വർക്കിൻ്റെ ഒരു വലിയ പ്ലാന്റ് ആണ്, മദർ പ്ലാന്റ് ആണ് കേട്ടോ, നല്ല ബുഷായ പ്ലാന്റ് ആണ്. ഇതിനകത്ത് 3-4 തൈകൾ വരെയുള്ള ബുഷായ പ്ലാന്റ് ആണ് കേട്ടോ, ഫയർ വർക്കിൻ്റെ വലിയ പ്ലാന്റ് ആണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളെങ്ങനെയാണ് ലീഫ് പ്രൊപ്പഗേറ്റ് ചെയ്തുണ്ടാക്കുക എന്നുള്ളത് കാണിക്കുക. കുറേ മുന്നേ നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, പക്ഷെ എന്നാലും കുറേ ആളുകൾ ചോദിക്കാറുണ്ട്, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു റെഡ് വെറൈറ്റീൻ്റെ അടിവശത്തെ ഒരു കുഞ്ഞ് ലീഫാട്ടോ ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്ത് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് കണ്ടോ, ഇത്രയും വലിപ്പം, നമ്മുടെ വിരലിൻ്റെ ഇത്രയും വലിപ്പമുള്ള ഇവിടെ വെച്ചിട്ടാണ് നമ്മളിതിനെ കട്ട് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, കട്ട് ചെയ്തിട്ട് ഇതിൽ പോട്ട് മിക്സ് എന്തൊക്കെയാണെന്നറിയോ, വെറും മണ്ണും കൊക്കോപ്പീറ്റും മാത്രമാണ് കേട്ടോ, വേറെ ഒന്നും ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. മണ്ണും കൊക്കോപ്പീറ്റും മാത്രമാണ്. വെറും കൊക്കോപ്പീറ്റിൽ വേണമെങ്കിലും നമുക്ക് വെച്ചുണ്ടാക്കാൻ പറ്റും കേട്ടോ. ഞാൻ കൊക്കോപ്പീറ്റിൽ ഉണ്ടാക്കാറുണ്ട്. കുറേ ബിഗോണിയ പ്ലാന്റിന് വെള്ളം വളരെ അധികം ഇഷ്ടമാണ്. വെള്ളത്തണ്ട് പോലെ കണ്ടോ, ഇതിൻ്റെ ഈ സ്റ്റെമ്പിൻ്റെ ഇവിടെ കണ്ടോ വെള്ളത്തണ്ട് പോലെയാണ്. ഇപ്പോൾ നമ്മളിതിനെ കട്ട് ചെയ്തപ്പോൾ ഇതിൽ നിന്ന് വെള്ളം തെറിച്ച് കണ്ടില്ലേ, വെള്ളമാണ് ഇതിൽ കൂടുതൽ നിൽക്കുന്നത്. അപ്പോൾ വെള്ളം ഇല്ലെങ്കിലാണ് പ്ലാന്റ് കേടാവുക കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ വെള്ളം കൊടുത്തില്ല എന്ന് വെച്ചാൽ ചൂടാകും തോറും ഈ ലീവ്സൊക്കെ കണ്ടോ, അപ്പോൾ ഇത് നല്ലൊരു മദർ പ്ലാന്റിൻ്റെ ഒരു വെറൈറ്റിയാണ് കേട്ടോ. കണ്ടോ, നല്ല ഫ്രഷ് ആയല്ലേ ഇരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ലീഫുകളൊക്കെ ഇങ്ങനെ വാടി തളർന്ന് ഇങ്ങനെ കുഴഞ്ഞിരിക്കും. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിലേക്ക് വെള്ളം കുറവാണെന്ന്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ വെള്ളം ലീഫിൻ്റെ മുകളിൽ കൂടെ ഒഴിച്ചു കൊടുക്കണം. പിന്നെ കൂടുതൽ സമയം അതിങ്ങനെ ഡീഹൈഡ്രേഷൻ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ ലീഫൊക്കെ ചീഞ്ഞ് പോവുകയാണ് കേട്ടോ ചെയ്യുക. അതുകൊണ്ട് ഒരിക്കലും വെള്ളം കുറച്ച് കൊടുക്കരുത്, നല്ല രീതിയിൽ തന്നെ വെള്ളം കൊടുക്കുക. ഇപ്പോൾ എൻ്റെ പ്ലാന്റൊക്കെ മഴയത്ത് ചെറിയൊരു ഗ്രീൻ നെറ്റ് ഉണ്ട്, അതിൻ്റെ താഴെയാണ് നിൽക്കുന്നത്. വെള്ളം കൂടുതൽ കൊണ്ടാലും ഒരു പ്രശ്നമല്ല, വെള്ളം കുറഞ്ഞാലാണ് പ്രശ്നം. അപ്പോൾ നമ്മൾ ഈ ലീഫിനെ വെറും മണ്ണും കൊക്കോപ്പീറ്റും മാത്രമല്ല ഒരു മിശ്രിതത്തിലാണ് കേട്ടോ നമ്മൾ നടാൻ പോകുന്നത്. അപ്പോൾ കണ്ട ഇത്രയും വലിപ്പമുള്ളതെന്ന് ജസ്റ്റ് വെറും ഒരു മണ്ണ് ഇങ്ങനെ ചെറിയൊരു ഹോൾ ഉണ്ടാക്കുക, എന്നിട്ട് അതിലേക്ക് ഈ പ്ലാന്റിനെ ഇങ്ങനെ ഇറക്കി വെച്ചു. ചെറിയൊരു ഹോൾ ഇതാക്കി മണ്ണിങ്ങനെ ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് നമ്മളിതിനൊന്ന് പ്രസ് ചെയ്തിട്ട് ഇതിൻ്റെ ചുറ്റും നമ്മൾ കുറച്ചും കൂടെ മണ്ണ് ഇട്ട് കൊടുക്കുക കേട്ടോ.
ഫാസ്റ്റായിട്ട് തന്നെ വളരും കേട്ടോ, ഒരു പ്രശ്നമില്ല. പിന്നെ നമ്മുടെ ഈ റയർ വെറൈറ്റി ഉണ്ടല്ലോ, പുതിയ വെറൈറ്റി ഒക്കെ പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തന്നില്ല നിങ്ങൾക്ക് അതിൻ്റെ മദർ പ്ലാന്റ് വേറെ ഉണ്ട് എൻ്റെ അടുത്ത്. ഇതൊക്കെ ഞാൻ ലീഫ് വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്ത് ഉണ്ടാക്കിയ പ്ലാന്റുകളാണ്. ഫാസ്റ്റായിട്ട് ഉണ്ടാകുന്ന വെറൈറ്റിയാണ് കേട്ടോ. എല്ലാം ഞാൻ 2-3 തൈകളായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ലീഫ് കട്ട് ചെയ്തിട്ട് വെച്ച പ്ലാന്റുകളാണ് കേട്ടോ, ഫാസ്റ്റായിട്ട് ഉണ്ടാവും. ഇപ്പോൾ കണ്ടോ, ഇതിനകത്ത് നമ്മളിപ്പോൾ ഒരു പോട്ടിൽ 2 ലീഫ് വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ കണ്ടോ, നിറച്ചും തൈകൾ വന്നിട്ട് ഈ പോട്ട് ബുഷിയായിട്ട് വളരും കേട്ടോ. ഇതിപ്പോൾ 1 മാസം പ്രായമായ പ്ലാന്റാണ്. ഇപ്പോൾ ഈ പ്ലാന്റ് കുറേ ഇങ്ങനെയാട്ടോ ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്തുണ്ടാക്കുന്നത്. ഇതൊക്കെ പുതിയ റയർ വെറൈറ്റി തന്നെയാണ്, കണ്ടില്ല, നല്ലൊരു പർപ്പിൾ കളറാണ് കേട്ടോ ഇത്. അപ്പോൾ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഫാസ്റ്റായിട്ടുണ്ടാവും കേട്ടോ. നമുക്ക് ബിഗോണിയക്ക് വരുന്ന ഒറ്റൊരു അസുഖം മാത്രമാണുള്ളത്. അത് ഒരു ഫംഗസ് പോലെ, ചില ലീഫിൻ്റെ അടിവശത്ത് ഒരു ഫംഗസ് പോലെ അങ്ങനെ വന്നിട്ട് ആ ലീഫുകളൊക്കെ നശിച്ചു പോവാറുണ്ട്. ലീഫുകൾ മാത്രമേ നശിക്കുള്ളൂ, പ്ലാന്റ് നശിക്കില്ല. അപ്പോൾ അതിനുള്ള പരിഹാരം എന്താണെന്നറിയോ, നമ്മൾ ഒരു 10 ദിവസത്തിലൊരിക്കൽ അല്ലെങ്കിൽ ഒരാഴ്ചയിൽ ഒരിക്കൽ 1 ലിറ്റർ വെള്ളത്തിൽ ഒരു 5 മില്ലി ഫംഗിസൈഡും 5 മില്ലി ഇൻസെക്ടിസൈഡ് ഉണ്ട്, ഞാൻ അതാണ് അടിച്ചു കൊടുക്കാറുള്ളത്. ഇൻസെക്ടിസൈഡ്, അതായത് ലീഫൊക്കെ വന്നിട്ട് ഒരുപാട് പ്രാണികളൊക്കെ വന്ന് കടിച്ച് തിന്നാറുണ്ട്. 1 ലിറ്റർ വെള്ളത്തിൽ 5 മില്ലി ഫംഗിസൈഡും 5 മില്ലി ഇൻസെക്ടിസൈഡും കൂടെ നല്ല രീതിയിൽ ഡൈലൂട്ട് ചെയ്യുക. നല്ലോണം ഡൈലൂട്ട് ചെയ്തിട്ട് ലീഫിൻ്റെ മുകളിൽ കൂടെ ഒക്കെ സ്പ്രെയർ വെച്ചിട്ട് അടിച്ചു കൊടുക്കുക കേട്ടോ. വലിയ സ്പ്രെയർ ഉണ്ടെങ്കിൽ അതിൽ അടിച്ചു കൊടുക്കുക. ഇല്ല നിങ്ങളുടെ കയ്യിൽ ചെറിയ ബോട്ടിൽ സ്പ്രെയർ ആണെങ്കിൽ ഓരോ ലീഫിലും അതിൻ്റെ, ഇപ്പോൾ കണ്ടോ, ഈ ലീഫിൻ്റെ മേലെയും പുറകു വശത്തും ഇതിൻ്റെ സ്റ്റെമ്പിലൂടെയും എല്ലാം നല്ല രീതിയിൽ അടിച്ചു കൊടുക്കുക. അങ്ങനെ ആഴ്ചയിൽ 1 ദിവസം അടിച്ചു കൊടുത്തുകൊണ്ടേ ഇരുന്നാൽ മതി, പെട്ടെന്ന് അസുഖങ്ങൾ മാറും. ഇനിയിപ്പോൾ അസുഖങ്ങളൊന്നും ഇല്ലെങ്കിൽ കൂടെ നമ്മൾ മാസത്തിൽ 1 പ്രാവശ്യമെങ്കിലും നമ്മൾ ഈ മരുന്നൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഒരു അസുഖങ്ങളും വരില്ല. ഏത് മഴക്കാലമാണെങ്കിലും വേനൽക്കാലമാണെങ്കിലും ഒന്നും ഒരു പ്രശ്നമില്ലാതെ നല്ല രീതിയിൽ തന്നെ ബിഗോണിയ പ്ലാന്റുകൾ വളരാറുണ്ട് കേട്ടോ. അപ്പോൾ പ്ലാന്റുകളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പ്ലാന്റുകൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ ഒന്ന് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യണം. എൻ്റെ നമ്പർ ഞാനിത് ആ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ബിഗോണിയയുടെ 1-2 സെറ്റ് പ്ലാന്റുകൾ മാത്രമായിട്ടാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. പുതിയ വെറൈറ്റിക്ക് പ്രൊപ്പഗേറ്റ് ആയി വരാൻ കുറച്ച് സമയമല്ലേ, അതുകൊണ്ടാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ബിഗോണിയ ലവേഴ്സ് ഉണ്ടാവുമല്ലോ, ബിഗോണിയ മാത്രം ഇഷ്ടപ്പെടുന്ന കുറേ ആളുകളുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഫ്രണ്ട്സുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കും കേട്ടോ. ഇൻഷാ അല്ലാഹ് വീണ്ടും ഞാൻ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. ഓക്കെ ദെൻ ബൈ.